ഈ റെന്റിങ്ങിന്റെ ഭാഗമായിട്ട് മെഗാ ക്ലിയറൻസ് സെയിലാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരുള്ള ഹ്യുണ്ടായുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓതറൈസ്ഡ് സർട്ടിഫൈഡ് യൂസർ ഷോറൂം ആയിട്ടുള്ള ഹ്യുണ്ടായി പ്രോമിസ് എന്ന യൂസർ ഷോറൂമിൽ ഗംഭീര സ്റ്റോക്ക് ക്ലിയറൻസ് മേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തിന്റെ അവസാനമായതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ വാഹനങ്ങളും ലാഭം കുറച്ചിട്ട് പരമാവധി ഡിസ്കൗണ്ടിലാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഒരുപാട് ഓഫേഴ്സ് വേറെ ഉണ്ട്. സ്പോട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഓഫേഴ്സ്, അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും കാത്തിരിക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 90% മുതൽ 100% വരെയാണ് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് വർഷാവസാനത്തിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള വാഹനങ്ങൾ വിറ്റഴിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് പരമാവധി ലാഭം കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ കൊടുക്കാത്ത പ്രൈസിലാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. കാര്യം മറ്റൊന്നല്ല, ഈ ഒരു കാര്യങ്ങളും മറ്റും ഈ ഒരു ചാനലിലൂടെയാണ് ആദ്യമായിട്ട് നമ്മൾ പുറത്തു വിടുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി യൂസർകാർക്ക് അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിലേക്ക് വരും. വലിയ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഹ്യുണ്ടായുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓതറൈസ്ഡ് യൂസർ ഷോറൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വാറന്റി, അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേ ലാഘവത്തോടെ അതേ വിശ്വാസത്തോടെ നമുക്ക് വാഹനങ്ങൾ എടുക്കാം. യൂസർ കാർസ് ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച ഒരു സമയം എന്ന് പറയുന്നത് ഇയർ എൻഡിംഗ് ആണ്. ഇയർ എൻഡിങ്ങിന്റെ സമയത്താണ് എല്ലാ ഷോറൂമുകാരും മാക്സിമം ഡിസ്കൗണ്ട് സെയിൽ ചെയ്യുക. അതിനേക്കാൾ ഏറ്റവും മികച്ച ഡിസ്കൗണ്ട് സെയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ ചേരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹ്യുണ്ടായി പ്രോമിസിലേക്ക് വരിക, കൂടുതൽ കാര്യങ്ങൾ അറിയുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഹ്യുണ്ടായുടെ ന്യൂ i20 ആസ്റ്റ ഓപ്ഷൻ ആണ്. 2022 മോഡല്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ 28,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ABS, 6 എയർ ബാഗ്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോള്, അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, റിവേഴ്സ് ക്യാമറ, കീലെസ് എൻട്രി, പാർക്കിംഗ് സെൻസർ, അലോയ് വീല്, സൺറൂഫ്, അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് ലഭ്യമാണ്. ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് വെറും 7.5 ലക്ഷം രൂപയാണ്. ഈ വാഹനത്തിന് ഹ്യുണ്ടായി നൽകുന്ന 1 ഇയർ വാറന്റിയും 2 ഫ്രീ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 90% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. ഇത് ഹ്യുണ്ടായുടെ ഗ്രാൻഡ് i10 സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. 2018-19 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 39,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇത് പെട്രോൾ മാനുവൽ ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ ABS, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോള്, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് 4.5 ലക്ഷം രൂപയാണ്. ഈ വാഹനത്തിന് 90% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. വാഹനത്തിന് ഹ്യുണ്ടായി നൽകുന്ന 1 ഇയർ വാറന്റിയും 2 ഫ്രീ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഹ്യുണ്ടായുടെ ന്യൂ i20 2020-21 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ 38,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. i20 സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ മാനുവൽ ആണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ ABS, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേ, പാർക്കിംഗ് സെൻസർ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6,60,000 രൂപയാണ്. കൂടാതെ നമ്മൾക്ക് ഹ്യുണ്ടായി നൽകുന്ന 1 ഇയർ വാറന്റിയും 2 ഫ്രീ സർവീസും നമ്മൾ ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 90% ലോൺ സൗകര്യവും ഈ വാഹനത്തിന് ലഭ്യമാണ്. ഫോർഡയുടെ കുഷാക്ക് എന്ന് പറഞ്ഞ വാഹനമാണ്. ഇത് 2021 മോഡൽ അംബീഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ 62,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ ABS, എയർ ബാഗ്, സെൻസർ, ക്യാമറ, ഡിസ്പ്ലേ, അതുപോലെ ലെതർ സീറ്റ് ആണ്. പിന്നെ അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 10 ലക്ഷം രൂപയാണ്. അതുപോലെ നമുക്ക് 90% ലോണും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനം ടാറ്റ ടിയാഗോ XZ+ ആണ്. 2020 മോഡല്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ 60,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ABS, എയർ ബാഗ്, അതുപോലെ റിവേഴ്സ് ക്യാമറ, സെൻസർ, ഡിസ്പ്ലേ, ലെതർ സീറ്റ്സ്, അതുപോലെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അലോയ് വീൽസ് എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4,90,000 രൂപയാണ്. പിന്നെ അതുപോലെ 90% നമ്മൾ ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. ഇത് ഹോണ്ടയുടെ ജാസ് 2018 മോഡല് VX ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ 71,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ ABS, എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, ഡിസ്പ്ലേ, ലെതർ സീറ്റ്, അതുപോലെ അലോയ് വീൽസ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,25,000 രൂപയാണ്. ഇത് മാരുതിയുടെ ഇഗ്നിസ് 2022 മോഡലാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ 27,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ ABS, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോള്, പാർക്കിംഗ് സെൻസർ, 4 ഡോർ പവർ വിൻഡോ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിനുള്ളത്.
ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6 ലക്ഷം രൂപയാണ്. അതുപോലെ 90% ഫിനാൻസ് സൗകര്യങ്ങളും ഈ വാഹനത്തിന് ലഭ്യമാണ്. ഈ വാഹനം 2015 ഹോണ്ട സിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. SV ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം 98,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ ABS, എയർ ബാഗ്, ലെതർ സീറ്റ്, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, അലോയ് വീല് അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളാണ് ഈ വാഹനത്തിന് ലഭ്യമായിട്ടുള്ളത്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് 5,70,000 രൂപയാണ്. ഈ വാഹനത്തിന് നമ്മൾ 90% ലോൺ സൗകര്യവും ലഭ്യമാണ്. ഇത് ഹ്യുണ്ടായുടെ i10 2012 മോഡൽ i10 ആസ്റ്റയാണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം 75,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ ABS, എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, ഡിസ്പ്ലേ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ആകെ 2,20,000 രൂപയാണ്. അതുപോലെ നമുക്ക് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. ഇത് ഹോണ്ടയുടെ WRV 2018 മോഡല് VX ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ 86,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഡീസൽ മാനുവൽ ആണ്. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ ABS, എയർ ബാഗ്, അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, ഡിസ്പ്ലേ, അലോയ് വീല് അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് ലഭ്യമാണ്. ഈ വാഹനത്തിന് നമ്മൾ മുൻപ് ചോദിച്ചിരുന്ന പ്രൈസ് 7,75,000 രൂപയാണ്. ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്ന ഭാഗമായിട്ട് നമ്മൾ ഈ വാഹനത്തിന് ഒരു 35,000 രൂപ ഡിസ്കൗണ്ടോട് കൂടിയുള്ള പ്രൈസാണ് വന്നിരിക്കുന്നത്. 7,40,000 രൂപയാണ് ചോദിക്കുന്നത്. അതുപോലെ 90% ലോൺ സൗകര്യവും ലഭ്യമാണ്. ലോ ബഡ്ജറ്റ് കാറുകൾ നോക്കുന്ന കസ്റ്റമേഴ്സിനെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് 2 ഹ്യുണ്ടായുടെ ഇയോൺ കാറുകളാണ്. ഈ 2 വാഹനവും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ്. ഈ വാഹനം 30,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത്. അതുപോലെ ഈ ഗ്രേ കളർ വരുന്നത് 18,000 കിലോമീറ്ററേ ആകെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,80,000 രൂപയാണ്. കൂടാതെ ഹ്യുണ്ടായി നൽകുന്ന 1 ഇയർ വാറന്റിയും 2 ഫ്രീ സർവീസും നമ്മൾ ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 90% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. ഇത് മാരുതിയുടെ ഓൾട്ടോ K10 VX ആണ് വേരിയന്റ് വരുന്നത്. 2017 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ 42,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ABS, എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിനുള്ളത്. അതുകൂടാതെ നമുക്ക് 4 ടയറും പുതിയതാണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,80,000 രൂപയാണ്. 90% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. ഈ ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വാഹനങ്ങളും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. രണ്ടാമത്തെ എപ്പിസോഡും നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വെഹിക്കിൾസിൻ്റെ വീഡിയോയും ഷോറൂമിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റു വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.